പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ 7ാമത് പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. വർക്കല MLA വി ജോയിയുടെ അധ്യക്ഷതയിൽ അയിരൂർ MGM സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ K ജയകുമാർ IAS ഉദ്ഘാടനം ചെയ്തു. അഗ്നി പരീക്ഷകളിൽ വിജയിച്ച് ആലാപന ശുദ്ധിയും ശൈലിയും കൊണ്ട് മലയാളികളുടെ മനം കവർന്ന KS ചിത്രയുടെ വിനയം സ്വർണത്തിന് സുഗന്ധം പോലെയാണെന്ന് K ജയകുമാർ IAS പറഞ്ഞു. ഏറ്റവും മനോജ്ഞമായിട്ടുള്ള ഒരു സന്ദർഭത്തിന് സാക്ഷിയാണ്. കാരണം ചിത്ര ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന സമയം 80കളുടെ ആദ്യമൊക്കെയാണ്. ഞാനും ഒരു ഗാനരചയിതാവായി, ഉദ്യോഗമൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഒരു ഗാനരചയിതാവായി രംഗത്ത് ഇറങ്ങണമെന്ന് തീരുമാനിച്ച് ഇറങ്ങിയ സമയമാണ്. അന്ന് മുതൽ ചിത്രയുടെ യാത്ര പിന്നെ വളരെ വളരെ വിപുലവും ബഹുലവുമായിട്ടുള്ള കീർത്തി സ്തംഭങ്ങളിലേക്ക് പോയെങ്കിൽ ഞാൻ ആ വഴിക്ക് പോയില്ല. ഞാനൊരു ചെറിയ ഗാനരചയിതാവായിട്ടൊക്കെ ഇവിടെ നിന്നതേ ഉള്ളൂ. ആ വിഷമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് മുതലുള്ള പരിചയവും അറിവും ആദ്യ ദർശനത്തിൽ തന്നെ നമ്മുടെ സ്നേഹം അപഹരിക്കാനുള്ള ഒരു കഴിവും ചിത്രയ്ക്കുണ്ട്. അതാണ് ചിത്രയെ കേരളത്തിന്റെ പ്രിയങ്കരിയാക്കി മാറ്റിയത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾക്ക് പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ നൽകി വരുന്ന 50,001 രൂപയും ഫലകവും അടങ്ങിയ പുരസ്കാരം K ജയകുമാർ IAS KS ചിത്രയ്ക്ക് കൈമാറി. മകളെ കളക്ടറാക്കണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴും സംഗീതത്തെ പ്രണയിച്ചതിന്റെ ഫലമാണ് പുരസ്കാരങ്ങൾ തേടിയെത്തുന്നതെന്ന് KS ചിത്ര പറഞ്ഞു. അതുപോലെ പൂർണ്ണയുടെ മകനായിട്ടുള്ള പൂർണ്ണയുടെ എല്ലാവരോടും മൊത്തം കുടുംബത്തോടും എൻ്റെ നന്ദിയും സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ഈ കുടുംബാംഗങ്ങളെ നിങ്ങളെല്ലാവരും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഈ സ്കൂളിൽ വന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതും അതും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ജയകുമാർ സാറുമായിട്ട് ഉള്ള അസോസിയേഷൻ. ഞാൻ ചെറിയ കുട്ടിയായിട്ട് എൻ്റെ ആദ്യകാലത്തെ പാട്ടുകളെല്ലാം ഞാൻ ഒരുപാട് പാട്ടുകൾ സാറിനോടൊപ്പം പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ സാറ് എൻ്റെ ഉച്ചാരണ ശുദ്ധി എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് എനിക്ക് ഉച്ചാരണ ശുദ്ധി കുറവ് തന്നെയായിരുന്നു. പലപ്പോഴും എനിക്ക് ഒരുപാട് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്ക് ചേച്ചി എന്നെക്കാൾ നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു. ചേച്ചിയെ സംഗീതം പഠിപ്പിച്ചു. ഞാൻ ഒരാളെങ്കിലും കുടുംബത്തിൽ നിന്നൊരു കളക്ടർ ആവണം എന്നുള്ളൊരു IAS ആവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യം സംഗീതത്തോടായതുകൊണ്ട് ഞാൻ അറിയാതെ അതിലേക്ക് എൻ്റെ അംബീഷനും മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കുക, ഏതെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി നോക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും അധ്യാപകരായിരുന്നു. അപ്പം അത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു പ്രൊഫഷനോട് അങ്ങനത്തെ താല്പര്യം ഉണ്ടായിരുന്നത്. ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികളെ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ PK സുകുമാരൻ, ശ്യാമളാദേവി ടീച്ചർ എന്നിവർ ആദരിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റിനുള്ളിൽ കൈകുടുങ്ങി കൈപ്പത്തി നഷ്ടമായ യുവതിക്കും MGM സ്കൂളിലെ ജീവനക്കാരിക്കും പൂർണ്ണ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചികിത്സാ സഹായം ചടങ്ങിൽ വെച്ച് കൈമാറി. ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പൂജ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജൂറി കമ്മിറ്റി കൺവീനർ ഡോക്ടർ S ജയപ്രകാശ് അവാർഡ് വിശദീകരണം നടത്തി. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, MGM മോഡൽ സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സജിത് വിജയരാഘവൻ, MGK പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡയറി കേരളം, വർക്കല. നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി ചുറ്റി ഇന്നിന്റെ മുറ്റത്ത് പൊന്നോടപ്പൂവി നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, തൂകി നിന്നു. കുഞ്ഞിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. കുഞ്ഞിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. നിൻ നെഞ്ചിലാകെ
മാറ്റി